ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള PSC ഷോർട്ട് നോട്ട്സ്. വരുന്ന എല്ലാ പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് നോക്കുന്നത്. തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? കൊച്ചി. റോഡുകളിലെ തിരക്കും ശോചനീയാവസ്ഥയും മൂലം വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാൻ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന പദ്ധതിയാണിത്. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തിയ ജില്ലയാണ് എറണാകുളം. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തിയ ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തിയ ജില്ലയാണ് എറണാകുളം. അടുത്തത്, ഉത്തരകാശിയിലെ സീൽക്യാരയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരകാശിയിലെ സീൽക്യാരയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സുരംഗ്. ചാർധാം ദേശീയപാത പദ്ധതിയുടെ ഭാഗമായ തുരങ്കത്തിന്റെ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നവംബർ 12-നാണ് തുരങ്കത്തിൽ കുടുങ്ങിയത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൺകൂനകൾ നീക്കിയതിനൊപ്പം നാടൻ പണിയായുധങ്ങൾ കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ ആൾക്കാരെ രക്ഷിക്കുന്ന റാറ്റ് ഹോൾ മൈനിംഗ് രീതിയും അവലംബിക്കുകയുണ്ടായി. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർധാം. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർധാം. ഉത്തരകാശിയിലെ സീൽക്കാരയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സുരംഗ്. അടുത്തത്, 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ എക്ത കപൂർ, വീർദാസ്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ എക്ത കപൂർ, വീർദാസ്. ടെലിവിഷൻ ചലച്ചിത്ര നിർമ്മാതാവായ എക്ത കപൂറിന് ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡും വീർദാസിന് ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി അവാർഡുമാണ് ലഭിച്ചത്. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതിയാണ് എമ്മി അവാർഡുകൾ. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ എക്ത കപൂർ, വീർദാസ്. ടെലിവിഷൻ ചലച്ചിത്ര നിർമ്മാതാവായ എക്ത കപൂറിന് ഇന്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡും വീർദാസിന് ഇന്റർനാഷണൽ എമ്മി ഫോർ കോമഡി അവാർഡുമാണ് ലഭിച്ചത്. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതിയാണ് എമ്മി അവാർഡുകൾ. 2023 ലഭിച്ച ഇന്ത്യക്കാർ എക്ത കപൂർ, വീർദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് എം ഫാത്തിമ ബീവി? ആദ്യത്തെ. സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് എം ഫാത്തിമ ബീവി? ആദ്യത്തെ. 1989 മുതൽ 92 വരെയാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായിരുന്നത്. 1997, 2001 കാലത്ത് തമിഴ്നാട് ഗവർണർ പദവി വഹിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം ഗവർണർ, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ, തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത തുടങ്ങിയ പ്രത്യേകതകളുമുണ്ട്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്ര കൃതിയാണ്. നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്ര കൃതിയാണ്. സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് എം ഫാത്തിമ ബീവി? ആദ്യത്തെ. 1989 മുതൽ 1992 വരെയാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായിരുന്നത്. 1997, 2001 കാലത്ത് തമിഴ്നാട് ഗവർണർ പദവി വഹിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം ഗവർണർ, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ,
തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത തുടങ്ങിയ പ്രത്യേകതകളുമുണ്ട്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്ര കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഏത്? ബോയിങ് 787 ഡ്രീം ലൈനർ. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഏത്? ബോയിങ് 787 ഡ്രീം ലൈനർ. നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ബോയിങ് വിമാനം ഇറക്കി ചരിത്രം സൃഷ്ടിച്ചത്. നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ബോയിങ് വിമാനം ഇറക്കി ചരിത്രം സൃഷ്ടിച്ചത്. ഇതോടെ ബോയിങ് വിമാനം കീഴടക്കുന്ന 6ാമത്തെ വൻകരയായി അന്റാർട്ടിക്ക മാറി. നോർവേയുടെ ദക്ഷിണ ധ്രുവ പര്യവേക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 45 ഗവേഷകരും പര്യവേക്ഷണത്തിനുള്ള 12 ടൺ ഉപകരണങ്ങളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ഏത്? ബോയിങ് 787 ഡ്രീം ലൈനർ. അടുത്തത്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിന്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായക പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മാനന്തവാടി സ്വദേശിനിയായ മിന്നുമണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായക പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മാനന്തവാടി സ്വദേശിനിയായ മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിന്റെ ക്യാപ്റ്റനായ മലയാളിയാണ് മിന്നുമണി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല മിമിക്രി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കലയാണ് മിമിക്രി. കേരള സംഗീത നാടക അക്കാദമിയുടെ പട്ടികയിൽ മിമിക്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമാവലിയിൽ വരുത്തിയ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകി. വിനോദത്തിനായി ആരെയെങ്കിലുമോ എന്തിനെയെങ്കിലുമോ അനുകരിക്കാനുള്ള കഴിവ് എന്നാണ് നിയമാവലിയിൽ മിമിക്രി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. വിനോദത്തിനായി ആരെയെങ്കിലുമോ എന്തിനെയെങ്കിലുമോ അനുകരിക്കാനുള്ള കഴിവ് എന്നാണ് നിയമാവലിയിൽ മിമിക്രി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ പട്ടികയിൽ മിമിക്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമാവലിയിൽ വരുത്തിയ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല ഏതാണ്? മിമിക്രി. അടുത്തത്, 2023 വിശ്വസുന്ദരി കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. 2023 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. 2022 വിശ്വസുന്ദരി ആർബണി ഗബ്രിയൽ ആണ് ഷെയ്നിസിനെ കിരീടമണിയിച്ചത്. എൽ സാൽവദോറിന്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിൽ നവംബർ 19 മത്സരം നടന്നത്. 72ാം വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ശ്വേത ശർദ ഉൾപ്പെടെ 84 പേർ പങ്കെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നവംബർ 21 അന്തരിച്ച എഴുത്തുകാരി പി വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏത്? നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. 2023 നവംബർ 21 അന്തരിച്ച എഴുത്തുകാരി പി വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏത്? നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. നിഴലുറങ്ങുന്ന വഴികൾ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല, ഗൗതമൻ, അരക്കില്ലം, വിലാപം, പാളയം തുടങ്ങിയവയാണ് മറ്റു നോവലുകൾ. നിഴലുറങ്ങുന്ന വഴികൾ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല, ഗൗതമൻ, അരക്കില്ലം, വിലാപം, പാളയം തുടങ്ങിയവയാണ് മറ്റു നോവലുകൾ. വേറിട്ടൊരു അമേരിക്ക, ഗാലറി എന്നിവ യാത്രാ വിവരണങ്ങളും മരച്ചുവട്ടിലെ വെയിൽച്ചീളുകൾ അനുഭവക്കുറിപ്പുകളുമാണ്. വേറിട്ടൊരു അമേരിക്ക, ഗാലറി എന്നിവ യാത്രാ വിവരണങ്ങളും മരച്ചുവട്ടിലെ വെയിൽച്ചീളുകൾ അനുഭവക്കുറിപ്പുകളുമാണ്. അധ്യാപികയായിരുന്ന വത്സല കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായും പ്രവർത്തിച്ചിരുന്നു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നെല്ല് എന്ന നോവൽ 1974 രാമു കാരാട്ട് അതേ പേരിൽ ചലച്ചിത്രമാക്കി. 2023 നവംബർ 21 അന്തരിച്ച എഴുത്തുകാരി പി വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏത്? നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. പി വത്സലയുടെ മറ്റു പ്രധാന നോവലുകളാണ് നിഴലുറങ്ങുന്ന വഴികൾ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല,
ഗൗതമൻ, അരക്കില്ലം, വിലാപം, പാളയം തുടങ്ങിയവ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായിരുന്നു. ചിത്രകലയിലെ ഏകാന്തപതികൻ ജീവചരിത്രമാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായിരുന്നു. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുകുട്ടി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ചിത്രകലയിലെ ഏകാന്തപതികൻ. ചിത്രകലയിലെ ഏകാന്തപതികൻ ആരുടെ ജീവചരിത്രമാണ്? CL പൊറിഞ്ചുകുട്ടി. അടുത്തത്, ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO മിക്ക. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO മിക്ക. പോളിഷ് കമ്പനിയായ ഡിക്റ്റഡോർ ആണ് മിക്കയ്ക്ക് CEO പദവി നൽകിയത്. ഡിക്റ്റഡോറും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഹാൻസൺ റോബോട്ടിക്സും ചേർന്നാണ് മിക്കയെ വികസിപ്പിച്ചെടുത്തത്. അടുത്തത്, 2023 ഡിസംബറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൾ ഫത്താഹ് അൽ സിസി. 2023 ഡിസംബറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൾ ഫത്താഹ് അൽ സിസി. തുടർച്ചയായി 3-ാം തവണയാണ് അൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2014 ഇദ്ദേഹം ആദ്യമായി അധികാരത്തിലെത്തിയത്. 2019 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അൽ സിസി 2019 ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രസിഡന്റിന്റെ കാലാവധി 6 വർഷമായി ഉയർത്തിയിരുന്നു. 2023 ഡിസംബറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുൾ ഫത്താഹ് അൽ സിസി. തുടർച്ചയായി 3-ാം തവണയാണ് അൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2014 ഇദ്ദേഹം ആദ്യമായി അധികാരത്തിലെത്തിയത്. അടുത്തത്, 2023 ഡിസംബറിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. 2023 ഡിസംബറിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. ദുർബലരായ ഗോത്രവർഗ സ്ത്രീകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകി ലൈസൻസ് നേടാൻ പ്രാപ്തരാക്കുന്നതിനായുള്ള പദ്ധതിയാണ് കനവ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്താണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കുന്നത്. ദുർബലരായ ഗോത്രവർഗ സ്ത്രീകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകി ലൈസൻസ് നേടാൻ പ്രാപ്തരാക്കുന്നതിനായുള്ള പദ്ധതിയാണ് കനവ്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്താണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കുന്നത്. 2023 ഡിസംബറിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഡിസംബറിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ ഇന്ത്യൻ വനിതാ ചെസ് താരം വൈശാലി രമേഷ് ബാബു. 2023 ഡിസംബറിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ ഇന്ത്യൻ വനിതാ ചെസ് താരം വൈശാലി രമേഷ് ബാബു. ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു. കൊനേരു ഹംപിക്കും ഹരിക ദ്രോണവല്ലിക്കും ശേഷം ഫിഡെ റേറ്റിംഗിൽ 2500 പോയിന്റുകൾ പിന്നിട്ടാണ് വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു. കൊനേരു ഹംപിക്കും ഹരിക ദ്രോണവല്ലിക്കും ശേഷം ഫിഡെ റേറ്റിംഗിൽ 2500 പോയിന്റുകൾ പിന്നിട്ടാണ് വൈശാലി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്നത്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി രമേഷ് ബാബു. ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന സഹോദരനും സഹോദരിയും എന്ന അപൂർവ നേട്ടവും പ്രജ്ഞാനന്ദയും വൈശാലിയും സ്വന്തമാക്കി. 2023 ഡിസംബറിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ ഇന്ത്യൻ വനിതാ ചെസ് താരം വൈശാലി രമേഷ് ബാബു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വരുന്ന എക്സാമുകൾക്കെല്ലാം ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്